എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്. ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഒരു ഭക്ഷണക്രമമാണ്. അതിനെ നമ്മൾ ഡീറ്റോക്സ് ഡയറ്റ്, അതായത് നമ്മുടെ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങൾ മാറ്റുന്ന ഒരു പ്രക്രിയയ്ക്ക് ആരംഭം കൊടുക്കുന്ന ചില ഭക്ഷണങ്ങൾ. ഇതൊരു സത്യമാണോ അതോ ഒരു മിഥ്യ മാത്രമാണോ? ഏതാണ് ഇന്നത്തെ വിഷയം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് പറഞ്ഞൊരു വാചകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവർ ഫുഡ് ഷുഡ് ബി അവർ മെഡിസിൻ ആൻഡ് അവർ മെഡിസിൻ ഷുഡ് ബി അവർ ഫുഡ്. ഇതിൻ്റെ അർത്ഥം ഭക്ഷണമാകട്ടെ മരുന്ന്, മരുന്നാകട്ടെ ഭക്ഷണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം മരുന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ മരുന്ന് ഭക്ഷണമായിട്ട് കഴിക്കേണ്ടി വരും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്ന് നമുക്ക് പലപ്പോഴും അറിയാം, ആഹാരത്തേക്കാൾ കൂടുതലായിട്ട് പലരും ഗുളികകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വാചകം നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഭക്ഷണമാകട്ടെ നമ്മുടെ മരുന്ന്, മരുന്നാകട്ടെ നമ്മുടെ ഭക്ഷണം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഡീറ്റോക്സിഫിക്കേഷൻ, അതായത് ശരീരത്തിൽ നിന്നുള്ള വിഷം എങ്ങനെ പുറന്തള്ളാം, ഇതെങ്ങനെയാണ് ഈ വിഷം പുറന്തള്ളുക എന്ന ഒരു ആശയം മനസ്സിലെത്തിയത്, അതിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് ഈ മധ്യകാലത്ത്, അതായത് 18-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട് മുതലായ കാലഘട്ടങ്ങളിൽ, മെഡീവൽ എന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാന ചിന്താഗതി, ശരീരം എന്ന് പറയുന്നത് വിഷപദാർത്ഥങ്ങളാൽ, അണുക്കളാൽ, പുഴുക്കളാൽ നിറഞ്ഞ ഒരു വസ്തുവാണ്. അതിൽ നിന്ന് ഈ വിഷത്തെയും അണുക്കളെയും പുറന്തള്ളിയാൽ മാത്രമേ രോഗങ്ങൾ മാറുകയുള്ളൂ, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ശരീരത്തിലെ ഈ വിഷപദാർത്ഥങ്ങളാണ്. ആയതിനാൽ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് പർജിങ്, അതായത് നമ്മൾ വയറിളക്കാനുള്ള മരുന്ന് കൊടുക്കുക, ശരീരത്തിൽ നിന്നും ബ്ലഡ് ഊറ്റിക്കളയുക, അത് മുറിവുകളിൽ കൂടി രക്തം പുറത്തേക്ക് കളയാകാം, അല്ലെങ്കിൽ ലീച്ചസ്, അതായത് ഇങ്ങനെ പുഴുക്കളെ കൊണ്ട് കടിപ്പിച്ച് കളയുന്നതാകാം, ഛർദ്ദിപ്പിച്ച് കളയുന്നതാകാം. ഇതെല്ലാമായിരുന്നു മധ്യകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ, അതായത് പർജിങ്, ശരീരത്തിൽ നിന്നും വിഷം പുറത്തേക്ക് തള്ളിക്കളയുക എന്നതായിരുന്നു അന്നത്തെ ഒരു കാരണം. അന്ന് വിചാരിച്ചിരുന്നത് നട്ടലിൽ നിന്നാണ് പാമ്പുകൾ ഉണ്ടാകുന്നത്, ഈ ആർത്തവകാലത്തെ രക്തത്തിൽ നിന്നും തവളകൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള പല വിചിത്രമായ വിശ്വാസങ്ങളും അന്നുണ്ടായിരുന്നു. നമ്മുടെ കുടലിലും മറ്റും രോഗാണുക്കളാണ് എന്നതും, അല്ലെങ്കിൽ വിരകളാണ് നിറഞ്ഞിരിക്കുന്നു, അതിൽ നിന്നാണ് വിരകൾ ഉണ്ടാകുന്നത് എന്നും ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പർജിങ്ങിനും രക്തം എടുത്ത് കളയുന്നതിനും മറ്റുമുള്ള ചികിത്സാ രീതികൾ അന്ന് പ്രചാരത്തിലിരുന്നത്. ഇതിവിടെ കാണുന്നതാണ്, ഒരു മുറിവുണ്ടാക്കി ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റിക്കളയുക. ഇതൊരു ചികിത്സയായിരുന്നു. നമ്മൾ ഡീറ്റോക്സിഫിക്കേഷൻ പോലെ തന്നെ നമുക്ക് വിചാരിക്കാം, അന്നത്തെ കാലത്തെ ഡീറ്റോക്സിഫിക്കേഷൻ ഇങ്ങനെയായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില വിചിത്രമായ ചിന്താഗതികൾ. ശരീരത്തിൽ നട്ടിൽ നിന്നും പാമ്പുകളുണ്ട്, അപ്പോൾ ആയതിനാൽ മുറിവുകൾ ഉണ്ടാക്കി ഇതൊക്കെ പുറത്ത് കളയുക എന്നതായിരുന്നു അന്നത്തെ ഒരു ചികിത്സാ രീതി. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ധാരാളം അണുക്കളുണ്ട്, ഈ അണുക്കളാണ് രോഗം. അതുകൊണ്ടാണ് പർജിങ്, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും വയറിളക്കി കളയുക എന്നുള്ള ചികിത്സാ വിധിയും ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരീരം ക്ലീൻ ചെയ്യേണ്ടതല്ലേ? ചില ഭക്ഷണങ്ങൾ കൊടുത്ത്, അല്ലെങ്കിൽ മറ്റ് പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്ത് ശരീരം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതല്ലേ? അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഈ വിഷയം എടുത്ത് ഇതിനെ വ്യാപാരവൽക്കരിച്ച്, വാണിജ്യവൽക്കരിച്ച് ഇപ്പോൾ പല രീതിയിലുള്ള ആഹാരങ്ങൾ, ഡയറ്റുകൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. ഇതൊരു വിപണന തന്ത്രത്തിൻ്റെ ഭാഗവും കൂടെയാണ്. നമുക്കിതിനെക്കുറിച്ചൊന്ന് നോക്കാം. എന്താണ് ഈ ക്ലീനേഴ്സ് എന്ന് പറയുന്നത്? ചില ആഹാരത്തിൽ അത് ജ്യൂസുകളാകാം, ചില ചായകളാകാം, അല്ലെങ്കിൽ ഹെർബൽ ടീ ആകാം, അല്ലെങ്കിൽ കോളൻ ക്ലീനിങ്, അതായത് നമ്മുടെ കുടലിനെ ക്ലീൻ ചെയ്യുക. ഇങ്ങനെ പലതരത്തിലുള്ള രീതികളിൽ ശരീരത്തിൽ നിന്നും വിഷപദാർത്ഥങ്ങളെ പുറന്തള്ളാമെന്നുള്ള പഴയകാലത്തെ സിദ്ധാന്തത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഈ വിപണന തന്ത്രം ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ശാസ്ത്രീയമായിട്ട് ഇതിന് വലിയ അടിത്തറയൊന്നുമില്ല. എന്നാൽ ഈ
കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും വിഷപദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എവിടെയാണ് ഈ വിഷപദാർത്ഥങ്ങൾ ഡീറ്റോക്സിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇത് നശിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഫാക്ടറിയാണ് ലിവർ. അപ്പം നമ്മുടെ കരളിലാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, അതായത് നമ്മുടെ മെറ്റബോളിസം മൂലം ഉണ്ടാകുന്ന വിഷപദാർത്ഥങ്ങൾ, ആഹാരത്തിലൂടെ എത്തുന്ന വിഷപദാർത്ഥങ്ങൾ, ശ്വാസകോശത്തിലൂടെ എത്തുന്ന വിഷപദാർത്ഥങ്ങൾ ഏത് രീതിയിൽ, അതായത് വായിൽ നിന്നോ സ്കിന്നിൽ കൂടെയോ ലങ്സിൽ കൂടെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉപാചയ പ്രവർത്തനം മൂലമോ ഉണ്ടാകുന്ന ടോക്സിൻസിനെ നശിപ്പിക്കുന്ന പ്രധാന അവയവമാണ് ലിവർ. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു സ്കാൻ ചെയ്യുകയാണെങ്കിൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതാണ്ട് 10% ആൾക്കാർക്കും ലിവറിൻ്റെ പ്രോബ്ലം കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു അസുഖം അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ ആരംഭം ലിവറിലാണ്. അതിന് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയും. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫാറ്റി ലിവർ. ഇത് സിറോസിസിലേക്കും ക്യാൻസറിലേക്കും മാറുന്ന രോഗാവസ്ഥയുടെ പ്രാരംഭഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ ഇത് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഭേദമാകും. ഞാൻ പറഞ്ഞു, ലിവർ ഒരു ഫാക്ടറി പോലെയാണ്. ലിവറിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ എത്തിച്ചേരും. അവിടെ നിന്ന് അത് രൂപാന്തരം പ്രാപിച്ച് പല രീതിയിലുള്ള വസ്തുക്കളായി കരളിൽ നിന്നും രക്തത്തിലേക്ക് പോവുകയും കുറേ ഭാഗം കിഡ്നി വഴിയും കുറച്ച് ശ്വാസകോശം വഴിയും കുറച്ച് നമ്മുടെ ശ്വാസകോശത്തിലൂടെയും ത്വക്കിലൂടെയും ഇത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. പറഞ്ഞിരിക്കേണ്ടത് ലിവറാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി. അപ്പോൾ ഈ ലിവറിൻ്റെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ പല ഡീറ്റോക്സ് ഡയറ്റുകളുള്ളത്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ക്ലീനിങ് ആയിട്ട് കൊടുക്കുന്ന വസ്തുക്കളും മറ്റ് ആഹാര പദാർത്ഥങ്ങളെ പോലെ തന്നെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അവയ്ക്ക് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനായിട്ടുള്ള, അതായത് നമ്മൾ സർഫിട്ട് തുണി കഴുകുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റ് സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മുടെ ഒരു വസ്തു ക്ലീൻ ചെയ്യുന്നത് പോലെയോ നമ്മുടെ കുടലിനെ നമുക്ക് ഒരു ആഹാരം കഴിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഈ കഴിക്കുന്ന പല ആഹാര പദാർത്ഥങ്ങളിലും അതായത് കാലറി കുറവാണ്, അതായത് എനർജി കുറവായിരിക്കും. പല ന്യൂട്രിയൻസ്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഇതിൽ കാണില്ല. വൈറ്റമിൻസിൻ്റെ കുറവ് കാണാം. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള കൊമേഴ്സ്യൽ ഡയറ്റുകൾ കൊണ്ട് ഉണ്ടാകാറുണ്ട്. ഇതുകൂടാതെ നമ്മുടെ കുടലിലെ അണുക്കൾ, നമ്മൾ മൈക്രോബയോം എന്ന് പറയും. ഈ മൈക്രോബയോംസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ പല ആരോഗ്യത്തെയും നിയന്ത്രിക്കുന്നത്. ഇങ്ങനെയുള്ള ചില പ്രത്യേക ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിലെ കുടലിലെ അണുക്കളുടെ ഘടനയ്ക്ക് വ്യത്യാസം വരുത്തുകയും അത് തന്നെ രോഗത്തിലേക്ക് പോവുകയും ചെയ്യാം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശരീരത്തെ തന്നെ ക്ലീൻ ചെയ്യാൻ അറിയാം. നമ്മുടെ കിഡ്നിക്കും ശ്വാസകോശത്തിനും ശരീരത്തെ ക്ലീൻ ചെയ്യാനായിട്ട് അറിയാം. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മറ്റ് ചില കാര്യങ്ങളാണ്. ഈ ഡീറ്റോക്സ് ഡയറ്റിന് പോകുന്നേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട നമ്മൾ കഴിക്കുന്നത് എന്താണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഹിപ്പോക്രട്ടീസിൻ്റെ വാചകം. ഭക്ഷണമാകട്ടെ നിങ്ങളുടെ മരുന്നാകട്ടെ നിങ്ങളുടെ ഭക്ഷണം. മദ്യപാനമാണ് ലിവറിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ടോക്സിൻ. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ടോക്സിനാണ് ഇത്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചോളം ഒരു പെഗ് എന്ന് പറയുന്നത് ശരിക്കും 60 ml ആയിട്ടാണ്. 60 ml ഒരു പെഗ്. അത് ശരിക്കും 2 പെഗ്ഗാണ്. ഒരു ആരോഗ്യമുള്ള മനുഷ്യന് എത്ര മദ്യം കഴിക്കാം. മദ്യം ഒരു മരുന്നല്ല. അതുകൊണ്ട് എല്ലാവരും മദ്യം കഴിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പരമാവധി കഴിക്കാവുന്ന ഡോസാണ് ഈ പറയുന്നത്. അല്ലാതെ അത് എല്ലാ ദിവസവും കഴിച്ചിരിക്കുന്ന ഡോസല്ല. ഒരാൾക്ക്, ഒരു പുരുഷന് 2 പെഗ്, അതായത് 60 ml, ഒരു സ്ത്രീക്ക് മാക്സിമം 30 ml. ഇത് കഴിക്കാമെന്നുള്ളതല്ല, നമുക്ക് നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു ഡോസാണ്. ഇതുകൊണ്ട് ആരും പോയി ഇന്ന് മുതൽ ഇത്രയും കഴിക്കേണ്ടതാണല്ലോ, ഈ ഡോസ് ഇന്ന് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമല്ലോ എന്ന രീതിയിൽ പെരുമാറരുത്. നമ്മൾ മദ്യം ഒരു തുള്ളി പോലും കഴിക്കാതിരിക്കാൻ നോക്കുക. ഈ ഡീറ്റോക്സിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും പൈസ മുടക്കുന്നതിനേക്കാൾ നല്ലത് മദ്യം ഒഴിവാക്കുകയാണ്. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ലിവറിൻ്റെ ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുക, യൂണിവേഴ്സൽ വാക്സിനേഷൻ, ഇത് എടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയുള്ളവർക്ക്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി, മദ്യം, ഇത് രണ്ടാണ് പ്രധാനപ്പെട്ടത്. പിന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തെയും ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും ശരിയാക്കാൻ പറ്റും? ശരിയായ ഉറക്കം. ഒരു 7 മുതൽ 8 അല്ലെങ്കിൽ 9 മണിക്കൂർ സുഖനിദ്ര നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കുറയ്ക്കും. ശരീരത്തിൻ്റെ ബാക്ടീരിയയുടെ, അതായത് കുടലിലെ ബാക്ടീരിയകളുടെ ഘടനയ്ക്ക് വ്യത്യാസം വരുത്തും. എല്ലാ രീതിയിലും ശരീരത്തിന് ആരോഗ്യത്തിന് ഡീറ്റോക്സിഫിക്കേഷന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കൃത്യം സമയത്ത് അത് നല്ല
ഉറക്കം കിട്ടുക. അടുത്തത് ആഹാരക്രമം. വറുത്തതും പൊരിച്ചതും എണ്ണമയമുള്ളതും ഡീപ് ഫ്രൈ ചെയ്തതും വീണ്ടും ഫ്രൈ ചെയ്തതുമായ ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ അതിനുവേണ്ടി മരുന്നിന് പോകുന്നതിനേക്കാൾ നല്ലത് അങ്ങനെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി ഇലക്കറികൾ, പച്ചക്കറികൾ, പിന്നെ നാരങ്ങ, പഴവർഗ്ഗങ്ങൾ, ഫൈബറുകളുള്ള ഇതുപോലുള്ള ആഹാരത്തിലേക്ക് മാറുക. ഇപ്പം ഡീറ്റോക്സ് ഡയറ്റല്ല പ്രധാനം, നമുക്ക് ഒരു സമീകൃത ആഹാരം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അടുത്തത് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഡയബറ്റീസിൻ്റെ സെൻ്ററാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അമിതവണ്ണമാണ്. അമിതവണ്ണത്തിന് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ജീവിതശൈലി രോഗം, അതായത് എക്സസൈസ് ഇല്ലാതിരിക്കുക, മറ്റു കാരണങ്ങളാലാണ് അമിതമായി വണ്ണം വരിക, പ്രത്യേകിച്ച് അടിവയറിലെ കൊഴുപ്പ് കിട്ടുക. ഇങ്ങനെയുള്ളതിന് ഒന്ന് ആഹാരം വേണം, രണ്ട് എക്സസൈസാണ്. ഇതിനു വേണ്ടി ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്കിതിനെ ചെയ്യാവുന്ന ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. ആഴ്ചയിൽ ഒരു ദിവസം 30 മിനിറ്റ് എന്ന നിലയ്ക്ക് 5 ദിവസമെങ്കിലും ഒരു മിതമായ ആഹാരം, അതായത് മാരത്തോൺ റണ്ണിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക. അടുത്തത് ഏത് തരത്തിലുള്ള പുകയിലയുടെ ഉപയോഗം, പുകവലിക്ക് സ്റ്റോപ്പ് ചെയ്യുക, പുക വലിക്കുന്നവരുടെ അടുത്ത് പോകാതിരിക്കുക. അപ്പം പുകവലി പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ? ഏറ്റവും ആദ്യം പറഞ്ഞു, ആഹാരം നന്നായിട്ട് കഴിക്കുക, നല്ല ആഹാരം കഴിക്കുക, ശരിക്കും ഉറങ്ങുക, എക്സർസൈസ് ചെയ്യുക, ആൽക്കഹോൾ കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക, പുകവലിക്കാതിരിക്കുക, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുക. ഇനി അടുത്ത ഒരു വൈറസും കൂടെ ഉണ്ട്, അതിന് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയും. ഹെപ്പറ്റൈറ്റിസ് സിക്ക് എതിരായിട്ട് വാക്സിൻ ഇല്ല, പക്ഷേ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് പോസിറ്റീവ് ആണെങ്കിൽ ലിവറിൻ്റെ ഡാമേജ് ഒഴിവാക്കാനായിട്ടുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. അപ്പം ലിവറിന് ഡാമേജ് ഉള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല 10% ആൾക്കാർക്ക് ലിവറിൻ്റെ ഫാറ്റി ലിവറും മറ്റു കോംപ്ലിക്കേഷൻസും കാണാറുണ്ട്. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യണം. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രധാനപ്പെട്ട നമ്മുടെ മെസ്സേജ്? നമ്മുടെ കിഡ്നിയും ലിവറും ശ്വാസകോശവും സ്കിന്നുമാണ് നമ്മുടെ ശരീരത്തിലെ ഡീറ്റോക്സിൻ്റെ അവയവങ്ങൾ. അവയെ ബഹുമാനിക്കുക, അവയ്ക്ക് ഡാമേജ് ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മളൊരു ചോയ്സ് ആക്കുക. ഇപ്പം പണ്ടൊരു കഥയുണ്ട്, ഒരാൾ ഉറക്കത്തിൽ ദൈവത്തെ കണ്ടു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കാൻ വരട്ടെ. അയാൾ പത്രപ്രവർത്തകനായിരുന്നു. ദൈവം പറഞ്ഞു, ഓക്കെ, എനിക്ക് സമയമുണ്ട്, അപ്പം എന്താണെന്ന് ചോദിച്ചപ്പം ദൈവത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ മനുഷ്യരില്ല, ദൈവം മനുഷ്യരിൽ കാണുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ പറയാമെന്ന് ചോദിച്ചു. അപ്പം ദൈവം ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, 1, നാളത്തെ ആലോചിച്ച് മനുഷ്യൻ ഇന്ന് വിഷമിച്ച് ജീവിക്കുന്നു. 2, സ്വന്തം ആരോഗ്യം കളഞ്ഞ് പണം സമ്പാദിക്കുകയും അതിനുശേഷം ആ പണമെല്ലാം സ്പെൻഡ് ചെയ്ത് ആരോഗ്യത്തിന് വേണ്ടി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതെ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈല്, ആഹാരം മിതമായിട്ട് കഴിക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക, ക്ലോക്ക് സമയം നോക്കി ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല, വിശപ്പുണ്ടെങ്കിലും മാത്രം കഴിക്കുക. അതിൽപ്പെട്ട ഒന്നാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണ്, അതിനെ കൊണ്ടുവന്നത് എന്താണെന്നതിനെക്കുറിച്ച് അടുത്തൊരു സെഷനിൽ നമുക്ക് സംസാരിക്കാം. അത് അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കൊരു മാജിക് ക്ലീനിങ് ആയിട്ടുള്ളൊരു ഭക്ഷണമില്ല. പക്ഷേ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, ഭക്ഷണമാകട്ടെ മരുന്ന്, മരുന്നാകട്ടെ ഭക്ഷണം. ചില ഭക്ഷണങ്ങൾ ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സമീകൃത ആഹാരത്തിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേകിച്ചൊരു സപ്ലിമെൻസിൻ്റെ ആവശ്യമില്ല. ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ഡയറ്റ് അല്ലെങ്കിൽ ഡീറ്റോക്സ് ഡയറ്റ് സാമ്പത്തികമായിട്ട് പൈസ ചിലവാക്കി വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് വിഷയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ സംസാരിക്കാം. താങ്ക്